സംഘർഷത്തിനും തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിനും പിന്നാലെ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്ന് കൗൺസിൽ യോഗം ചേരും. 30ഓളം അജണ്ടകളിൽ സുപ്രധാന തീരുമാനമെടുക്കാൻ ചേർന്ന യോഗത്തിൽ CPM കൗൺസിലറായ കലാരാജു പങ്കെടുക്കും. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ വിവാദങ്ങൾക്കിടെയുള്ള കൗൺസിൽ യോഗം എന്ന നിലയ്ക്ക് ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ? ഒപ്പം തന്നെ ഈ കലാരാജു എന്ത് നിലപാട് സ്വീകരിക്കും ഈ അജണ്ടകളിൽ? അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം ചേരുന്ന ആദ്യ കൗൺസിൽ യോഗം എന്ന നിലയിൽ ഈ കൗൺസിൽ യോഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിൽ കലാരാജു പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു തീരുമാനം, ഒരു നിലപാട് ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. UDF-ഉം LDF-ഉം സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനൊപ്പം ഏത് രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതെല്ലാമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടത്. എന്തായാലും ഇപ്പോൾ കലാരാജു നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും പങ്കെടുക്കുന്നുണ്ട്. എന്തായിരിക്കും ഒരു നിലപാട് സ്വീകരിക്കുക? കാരണം UDF-നൊപ്പം കഴിഞ്ഞ പ്രാവശ്യം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോഴൊരു നിലപാട് എന്താണ് സ്റ്റാൻഡ്? നമ്മൾ കൗൺസിലിൽ പങ്കെടുത്ത് അവിടെ എന്താണോ അത് ഇന്നത്തെ അതിൻ്റെ അജണ്ട പ്രകാരം എന്താണോ സംഭവിക്കുന്നത് അതിനെ നീതിയുക്ത അല്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ കൂട്ടു നിൽക്കുകയില്ല. എതിർക്കേണ്ടടുത്ത് എതിർക്കും. അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാട്. നിലവിൽ CPM വിട്ടുപോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുന്നണി മാറ്റം ചർച്ചയായിട്ടുണ്ടോ? മാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പാക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇവർ ചെയ്തത് ശരിയാണെന്നുള്ള നിലപാട് തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത്. അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്കുണ്ടായ ആ ഒരു കളങ്കത്തെ അവർ ഇപ്പോഴും മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നേതൃത്വമാണെങ്കിലും പറയുന്നത്, ജില്ലാ നേതൃത്വവും ഭരണ നേതൃത്വവും പറയുന്നത് അവർ ശരിയാണെന്നുള്ള രീതിയിലാണ് നല്ല വഹിക്കുന്നത്. പക്ഷെ അതിനോട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി അതിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അത് സത്യമായ കാര്യമാണല്ലോ. നമ്മളെപ്പോഴും അതിന് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം അതെ, അവിടെ നടന്ന എന്താണോ ഫാക്റ്റ് അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ല. അത് നമ്മളോട് നേരത്തെ അവർ നമ്മളിവിടെ ഇല്ലായിരുന്നാണല്ലോ അവർ പറയുന്നത്. അതിനകത്ത് സമയമുണ്ടായിരുന്നു നമുക്ക്. ഞാൻ 10 മണിക്ക് വന്ന് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിൽ ഇറങ്ങി 11 മണിക്കാണ് നമ്മുടെ അവിശ്വാസം പറഞ്ഞിരുന്നത്. ഞാൻ ശരിക്കും ചെയർപേഴ്സനെ കാണാൻ തന്നെ വന്നിറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഇത് എന്താണെന്ന് പോലും നമുക്ക് വ്യക്തതയില്ലായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സംഘമാണ് അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഇറങ്ങുകയില്ലെന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണല്ലോ നമുക്ക് നമ്മളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത്രയും പേരവിടെ നിന്നേന്നുള്ളത്. നമ്മൾ ഓർത്ത പോലീസുകൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരാനാണ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു അവിശ്വാസം വരുമ്പോൾ ഒരു തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് എന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. നിലവിൽ ഏരിയ സെക്രട്ടറി, CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ സഹ CPM കൗൺസിലർമാർ ആരെങ്കിലും വിളിച്ചായിരുന്നു? ഇല്ല, അന്ന് അവരെന്നെ പറഞ്ഞു, അവർ ഒരു പ്രത്യേക തരത്തിൽ ക്രിയേറ്റ് ചെയ്തൊരു നാടകം പോലെ എന്നെ കൊണ്ട് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അവരെന്നെ കൊണ്ട് ഈ കസേരയിലിരുത്തി പൂട്ടിയ വീട്, അന്ന് മക്കളുടെ കയ്യിലായിരുന്നു കീ, പൂട്ടിയ വീടിൻ്റെ ഫ്രണ്ടിലൊരു കസേരയിലിരുത്തി അവർ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഇവരാരെങ്കിലും ഏതെങ്കിലും അനുനയ നീക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല, ഇന്ന് വരെ ആ സംഭവത്തിന് ശേഷം ഇവിടെ കൊണ്ടിരുത്തിയതിന് ശേഷം ഇന്ന് വരെ CPM-ൻ്റെ ഒരു നേതൃത്വം എന്നെ വിളിച്ചിട്ടില്ല. ഈ UDF-കാർ ആരെങ്കിലും വിളിക്കാറുണ്ടോ? UDF-കാർ വനിതകളൊക്കെ ആണെങ്കിലും അന്വേഷിക്കാറുണ്ട്, എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത്. എല്ലാവരും അത് ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു പരിഗണനയിലാവണം അവർ എന്നെ അന്വേഷിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു അനുകൂല സമീപനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രം പാർട്ടിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം, അല്ലെങ്കിൽ മറിച്ച് ചിന്തിക്കുമെന്നാണോ? മറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതുവരെ അവരുടെ പറയുന്ന തീരുമാനത്തിലായിരുന്നു. നമ്മൾ ആ ഒപ്പം അങ്ങ് പോകുമായിരുന്നു. തെറ്റാണെങ്കിൽ പോലും അവരുടെ എന്തോ അതിനോട് യോജിച്ച് നമ്മൾ പോകുമായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നിന്നിട്ടും നമുക്കിതാണല്ലോ ഉണ്ടായ അനുഭവം. അപ്പം നമുക്ക് തെറ്റായ നടപടികളാണ് നമ്മളതിനെ ചോദ്യം ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ 30ഓളം വിഷയങ്ങൾ ഇന്നത്തെ ഈ കൗൺസിൽ ചർച്ച ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടി ഇത്രമാത്രം വിപുലമായ രീതിയിൽ കൗൺസിൽ യോഗം ചേരുന്നതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇത്രയെന്തെങ്കിലും ഈ ഭരണം അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിനെയൊക്കെയാണ് ചോദ്യം ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതികരിക്കേണ്ടി വരുമോ? പ്രതികരിക്കേണ്ടി വരും. നിയമനങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അത് അതിൻ്റേതായ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ. അങ്ങനെ കുറച്ച് അജണ്ടകൾ അങ്ങനെയുള്ള പ്രാധാന്യമുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിക്ക് ഫണ്ട് പാസ്സാക്കുന്നതൊക്കെ സംബന്ധിച്ച് നമുക്കത് അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും, ഉറപ്പായിട്ട് ചൂണ്ടിക്കാണിക്കും. പാർട്ടി ഒരു സമവായത്തിന് ശ്രമിച്ചാൽ, അവർ നേതൃത്വം ഇടപെട്ടാൽ പാർട്ടി തന്നെ തുടരും, അല്ലെങ്കിൽ
നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ട അവസരത്തിൽ നമുക്കൊരു ഹെൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന്, കാരണം അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ട് അവരെ നമ്മളോടത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കതിനെ ചിന്തിക്കായിരുന്നു. പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ചെയ്തത് ശരി എന്നുള്ള നിലപാടിൽ തന്നെയാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ നിലപാടിൽ ഞാനും ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും എന്തായാലും ഈ നിലപാട് അതിൽ മാറ്റമില്ല. തൽക്കാലം ഒരു മുന്നണി മാറ്റം എന്നൊരു കാര്യത്തിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും, ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കും, എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കും എന്നൊരു നിലപാടാണ് കലാരാജു ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, എന്തൊക്കെ രീതിയിലായിരിക്കും CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ഇടപെടൽ, ആ ഒരു നീക്കം, ആ ഒരു കാര്യത്തിന് അടിസ്ഥാനമാക്കിയായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് UDF-ഉം ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന തുടർ നടപടികൾ എന്ത് രീതിയിൽ സ്വീകരിക്കണമെന്ന കാര്യത്തിലെല്ലാം അവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും 11 മണിക്കാണ് ഈ കൗൺസിൽ യോഗം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ എല്ലാം തുടരാനുള്ള ഒരു പക്ഷേ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ സംഘർഷം ഉണ്ടാകുമോ എന്ന് ഒരു സംശയം ഉണ്ട്. എന്തായാലും പോലീസും കനത്ത ഒരു സുരക്ഷ ഒരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ.